ഒരു പാവം കാമുകന്റെ അതിഭീകരമായ വൺ സൈഡ് ലവിന്റെ കഥയാണ് അതിഭീകര കാമുകൻ. പടത്തിൽ അതിഭീകരമായിട്ട് കാമുകൻ മാത്രമേ ലവ് ചെയ്യത്തുള്ളൂ. തിരിച്ച് കാമുകി നല്ല അതിഭീകരമായിട്ട് വലിപ്പിച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ കല്യാണം കഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ടിപ്പിക്കൽ വൺ സൈഡ് ലവ് പടമാണ് ഇത്. അപ്പോൾ പടം തുടങ്ങുന്നത് നാട്ടിലെ പറമ്പിൽ കൊച്ചുപിള്ളേരുടെ കൂടെ കുന്നംകുളം ക്രിക്കറ്റ് ലീഗ് കളിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചുകൊണ്ടാണ്. ഹീറോയ്ക്ക് ഇത്രയും ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, നേരെ ബാറ്റ് കൊണ്ട് പന്തിൽ തൊടാൻ പോലും അറിയത്തില്ല. ഇവരുടെ എല്ലാം മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൊച്ചുപിള്ളേരുടെ കൂടെ എല്ലാ ദിവസവും കുന്നംകുളം ക്രിക്കറ്റ് ടൂർണമെന്റും വെച്ചിട്ട് തോറ്റു പോകുന്നതാണ്. നമ്മുടെ ഹീറോയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പണിക്കും പോവാതെ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തിന്ന് ജീവിക്കുന്നതാണ്. ഹീറോയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു കൊടുക്കും. അവൻ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ല ജോലി നോക്കുക. 12ാം +2. ഇതാണ് ഹീറോയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്. പക്ഷേ അതിനുശേഷം 6 വർഷം ഒരു പണിക്കും പോവാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പായിരുന്നു. 6 വർഷം. 6. ഇതൊക്കെ അറിഞ്ഞ് ഏതോ ഒരു മാഷ് വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഹീറോയ്ക്ക് ഒരു കോളേജിൽ സീറ്റ് ഒപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഹീറോയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്. ഇവൻ കാരണമാണ് നമ്മുടെ ഹീറോ ഇപ്പോഴും പണിക്കും പോവാതെ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയും കൂട്ടിക്കൊണ്ട് അമ്മ നേരെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോഴേക്കും എല്ലാ സാറുമാരും അടിക്കുന്ന മെയിൻ ഡയലോഗ് അങ്ങ് സാർ അടിക്കും. ഇനി ഇവനെ പറ്റി ഒന്നും പഠിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് അമ്മയോടുള്ള സ്നേഹം കാണുന്ന നമ്മുടെ നായികയ്ക്ക് ഹീറോയോട് ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ ഹീറോ ആണെങ്കിൽ തന്നെ നാടൻ ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയെ തേടി ഒരു 20 സ്കിഡ് വരുന്നത്. By the way, I am Tindu Math and I am from Delhi. ഓ ദില്ലി. അപ്പൊ ബായ് എന്താ ഇവിടെ? ബായ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ റൂമിലാണ് താമസം. അപ്പോഴേക്കും 20 സ്കിഡ് പറയും കണ്ണിൽ കുത്താൻ ട്രൈ ചെയ്യും, കരാട്ട സ്കിൽ കൊണ്ട് തടുക്കാമെന്ന്. ഇത് കേട്ടപാടെ ഹീറോ 2 കൈ കൊണ്ട് അവനെ കണ്ണിൽ കുത്തിയിട്ട് നേരെ ഇറങ്ങിയോടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായിക നേരെ ചെന്ന് ഹീറോ എടുത്ത് ചെന്ന് കമ്പനി ആവാൻ ട്രൈ ചെയ്യും. ഹീറോ ഒരു പക്ക ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി പോകാൻ ട്രൈ ചെയ്യും. എന്റെ പേര് അനു. എന്താ പേര്? പേര് ഞാനാ ആ അർജുൻ. പിന്നൊന്നുമില്ല, ഞാൻ പോട്ടെ. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് എന്തിനെന്നറിയില്ല രണ്ടുപേരും ഒരു കാര്യമില്ലാതെ പരസ്പരം ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായിക ഹീറോയുടെ അടുത്ത് പോയിരുന്ന് നല്ലപോലെ ഇൻട്രസ്റ്റ് കാണിക്കും. പക്ഷെ നമ്മുടെ ഹീറോ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇതിലൊന്നും വീഴില്ല. അപ്പോഴേക്കും നായിക ഹീറോ എടുത്ത് ചോദിക്കും, അർജുന ലവറുണ്ടോ? ലവറുണ്ടോന്ന്? അർജുൻ എന്നെ പ്രേമിക്കണം. നായിക ചുമ്മാ തമാശക്കാണ് പറഞ്ഞതെങ്കിലും അതിന് നമ്മുടെ ഹീറോ കാര്യമായിട്ട് എടുത്ത് നായികയെ പ്രണയിക്കാൻ തുടങ്ങും. അത് നായികയ്ക്ക് പോലും അറിയാതെയാണ് പ്രണയിക്കുന്നത്. പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് പിടിച്ച പ്രേമമായി പോയി. എന്തിന് നായികയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയെ വെച്ച് സ്വന്തമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നായിക ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. എന്നാലും അപ്പോഴും തുറന്നു പറയാൻ ട്രൈ ചെയ്ത ഇൻട്രോവേർട്ടായ നമ്മുടെ ഹീറോയ്ക്ക് നായികയുടെ മുഖം കാണുമ്പോഴേക്കും വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരത്തില്ല. സില്ലി ഇൻട്രോവേർട്ട് തിങ്സ്. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മുടെ ഹീറോ നായികയുടെ പുറകെ നടന്ന് കണ്ടിരിക്കുന്ന നമ്മളെ അങ്ങ് വെറുപ്പിക്കും. എന്നാലും അപ്പോഴും നമ്മുടെ ഹീറോ കാര്യം തുറന്നു പറയത്തില്ല. അങ്ങനെ പുറകെ നടന്ന് 1.5 വർഷം പോയി. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് കാര്യം തുറന്നു പറയാൻ ധൈര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഹീറോയുടെ കൂട്ടുകാരൻ നേരെ ബാറിലേക്ക് കൊണ്ടുപോയി അവനെ വെള്ളമടിച്ച് അവളടുത്ത് കാര്യം പറയാൻ പോയതും അവള് പറയും, ഈ വരുന്ന സൺഡേ എന്റെ എൻഗേജ്മെന്റ്. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇത് കേട്ടതും ഇൻട്രോവേർട്ടായ നമ്മുടെ ഹീറോ അപ്പോഴും കാര്യം തുറന്നു പറയില്ല. അങ്ങനെ ഇതിന്റെ സങ്കടത്തിൽ ഹീറോ നേരെ വണ്ടി കൊണ്ടുപോയി ഒരു പാണ്ടി ലോറിയുടെ പള്ളയിലേക്ക് അങ്ങ് കയറ്റും. അങ്ങനെ ഒരു 2 മാസം കോളേജിലേക്ക് പോകാതെ നമ്മുടെ ഹീറോ വീട്ടിലിരിക്കും. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോയെ കൊണ്ട് കൂട്ടുകാരൻ വെള്ളമടിക്കും. ഈ ഒരു കൂട്ടുകാരൻ ഒരൊറ്റ കാര്യത്തിലാണ് ഇവൻ വെള്ളമടിച്ച് ഇങ്ങനെ ആയത്. അതിന്റെ ധൈര്യത്തിൽ ഹീറോ നേരെ കോളേജിൽ കയറി നായിക എടുത്ത് കാര്യം തുറന്നു പറയും. അപ്പോഴേക്കും എല്ലാവരുടെ മുമ്പ് വെച്ച് ഹീറോയെ നായിക നാറ്റിച്ചു വിടും. നീ ഒരു ധൈര്യമില്ലാത്തവനാ. നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നേ നീ നിന്റെ ഇഷ്ടം അപ്പൊ തുറന്നു പറഞ്ഞാനെ. എടാ, മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത നിന്നെ പോലെ തൊരുത്തിനോടൊക്കെ എനിക്ക് ഒരിക്കലും ഒരു ഇഷ്ടം തോന്നില്ല. ഇത് കേട്ടിട്ട് ഹീറോ വീണ്ടും പോയി വെള്ളം അടിച്ചിട്ട് നായികയുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ഹീറോ കോളേജിൽ പോകാതെ എല്ലാം മറന്ന് ക്രിക്കറ്റൊക്കെ കളിച്ച് റിലാക്സ് ചെയ്ത് നായികയെ മറക്കാൻ വന്ന് ട്രൈ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നായിക നേരെ വീട്ടിലേക്ക് വരുന്നത്. നായികയ്ക്ക് കല്യാണം അടുത്ത ആഴ്ചയാണ്. എന്നിട്ടാണ് കാണിക്കുന്നത് കോണകൾ. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം നായികയുടെ വീട്ടിലേക്ക് ഹീറോ എത്തും. പക്ഷേ നായികയുടെ ഡാഡി വന്ന് വാർണിംഗ് കൊടുക്കും. അതോടെ നമ്മുടെ ഹീറോ ചാവാൻ ട്രൈ ചെയ്യും. അപ്പോഴേക്കും അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ചാവാൻ തോന്നില്ല. പക്ഷേ നായികയുടെ കല്യാണവും കഴിയും, എല്ലാം ശുഭമാകും.